വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു കടച്ചക്ക കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ്. നമ്മൾ കടച്ചക്കയുടെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുക. വെള്ളത്തിലിടുന്ന എന്തിനാന്ന് വെച്ചാൽ അതിനൊരു ചെറിയ കറയുണ്ട്. അത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം, കണ്ടോ, അതിൻ്റെ ഒരു ചെറിയ ഒരു കറ ഇളകുന്നതാണ്. നമ്മളിപ്പോൾ കായയാണേലും അല്ലെങ്കിൽ വഴുതനങ്ങ അങ്ങനെയുള്ള ടൈപ്പ് വെജിറ്റബിളൊക്കെ നമ്മൾ കറി വെക്കാൻ നേരം ഇതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു കറി അങ്ങ് പോകാനാണ്. അപ്പോൾ ഇതെങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു 10-15 ചുവന്നുള്ളി ഞാൻ ഇതുപോലെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 8 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 2 പച്ചമുളക്. ഇത് വലിയ പച്ചമുളകാണ്ട് പിന്നെ ഞാൻ കീറിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്. അത് കുക്ക് ചെയ്യുന്ന സമയം കാണിച്ചു തരാവേ. നമ്മൾ കടച്ചക്ക ഒരു 1-2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയെ, പിന്നെ കുറച്ച് വെള്ളം. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം. ഞാനിവിടെ ഒരു അയൺ കടായി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുപുരട്ടിക്കൊക്കെ എപ്പോഴും അയൺ കടായി ഉണ്ടെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി വേണേൽ ചതച്ചിടാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുവാണ്. വെളുത്തുള്ളിയാണെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണേ. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ, അന്നേരം കാണിക്കാം ബാക്കി. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് വഴറ്റുമ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം, കാരണം ആ വെളുത്തുള്ളിയുടെ ആ ഒരു റോട്ടേസ്റ്റ് വരാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഈ ഫ്രൈ ഏത് ടൈപ്പ് ഫ്രൈ ഉണ്ടാക്കിയാലും അതിനകത്ത് അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അപ്പം അതിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റും എല്ലാം മെഴുക്കുപുരട്ടിയിലോട്ട് വരും. ഇനി നമുക്ക് കണ്ടോ, കടച്ചക്ക ഞാനിവിടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ട് വേവിച്ച് വെച്ചേക്കുവാണേ. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം മെഴുക്കുപുരട്ടിക്കാകുമ്പോൾ ഒരു സ്വല്പം കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ കടച്ചക്ക ഇവിടെ ഒരു 4-5 മിനിറ്റ് ഞാൻ ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാവേ. നമ്മുടെ നല്ല കടച്ചക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് കഴിക്കാൻ. ഇതിനകത്ത് നല്ല ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു.